أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. മാതാപിതാക്കളോടുള്ള കടമയെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നു. മനുഷ്യന്റെ ജന്മത്തിന് കാരണക്കാരും അവർ ജീവിക്കുവാൻ സ്വയം പര്യാപ്തനായി തീരുന്നതുവരെ കണക്കറ്റ കഷ്ടതകൾ സഹിച്ചുകൊണ്ട് അവനെ പരിപാലിച്ച് വളർത്തിപ്പോന്നവരും അവരാണല്ലോ. അള്ളാഹുവിനോട് മനുഷ്യനുള്ള ഏറ്റവും മഹത്തായ കടമയെക്കുറിച്ച് പ്രസ്താവിച്ച ഉടനെ തന്നെ അതോട് ചേർത്തുകൊണ്ട് മാതാപിതാക്കളോട് മക്കൾ നിറവേറ്റുന്ന കടമയെക്കുറിച്ച് പ്രസ്താവിച്ചതിൽ നിന്നും അവരോടുള്ള കടമകൾക്ക് അള്ളാഹു കൽപ്പിച്ച പ്രാധാന്യം എത്ര വമ്പിച്ചതാണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. മാതാവോ പിതാവോ അല്ലെങ്കിൽ രണ്ടാളുമോ വാർദ്ധക്യം പ്രാപിക്കുന്ന പക്ഷം മക്കൾ അവരോട് ഛേ എന്നിങ്ങനെയുള്ള വെറുപ്പിന്റെയും അറുപ്പിന്റെയും വാക്കുകൾ പറഞ്ഞുകൂടാ. എക്കാലത്തും അവരോട് അനുവർത്തിക്കപ്പെടേണ്ട ഒരു കടമ തന്നെയാണ് ഇത്. രണ്ടാമതായി പറയുന്നു, അവരോട് കയർത്ത് സംസാരിക്കുകയോ പരുഷവാക്കുകൾ പറയുകയോ ചെയ്യരുത്. അതും പോരാ, അവരോട് സംസാരിക്കുന്നത് മാന്യമായ വാക്കുകളിലായിരിക്കുക. പിന്നീട് പറയുന്നത് അവർക്ക് എളിമയാകുന്ന ചിറക് താഴ്ത്തി കൊടുക്കണം. അഞ്ചാമതായി പറയുന്നു, അവർക്ക് വേണ്ടി എൻ്റെ റബ്ബേ, അവർ രണ്ടാളും എന്നെ ചെറുപ്പത്തിൽ വളർത്തിയുണ്ടാക്കിയതുപോലെ നീ അവരോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണം. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല, അവരുടെ മരണശേഷവും മക്കൾക്ക് അവരോട് ചില കടപ്പാടുകളുണ്ട്. അവയിൽ ഒന്നത്രേ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. എൻ്റെ മാതാപിതാക്കൾ മരണപ്പെട്ട ശേഷം അവർക്ക് ഞാൻ ചെയ്യേണ്ടുന്ന വല്ല പുണ്യവും എൻ്റെ ബാക്കിയുണ്ടോ എന്ന് ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ മറുപടി പറയുകയുണ്ടായി, ഉണ്ട്, 4 കാര്യങ്ങളുണ്ട്. അവരുടെ പേരിൽ ജനാസ നമസ്കരിക്കുകയും അവർക്ക് പാപമോചനം തേടുകയും ചെയ്യുക, അവരോട് വാഗ്ദത്തം നടപ്പിലാക്കലും അവരുടെ ചങ്ങാതിമാരെ ആദരിക്കലും അവർ മുഖാന്തിരം മാത്രമുണ്ടാകുന്ന രക്തബന്ധം പാലിക്കലും ഇവയാണ് അവരുടെ മരണശേഷം അവരോട് ചെയ്യേണ്ടുന്ന പുണ്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, തൻ്റെ മാതാപിതാക്കളോ ഒരാളോ രണ്ടാളെയും തന്നെയോ അവരുടെ വാർദ്ധക്യകാലത്ത് തനിക്ക് കിട്ടിയിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കാത്തവൻ നിന്ദനാണ്, നിന്ദനാണ്, നിന്ദനാണ്.